ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ മോണിറ്ററി റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. മോണിറ്ററി സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. 1991 ഇക്കണോമിക് റിഫോം പീരീഡിൽ RBIയുടെ മോണിറ്ററി പോളിസിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയുണ്ടായി. അതാണ് മോണിറ്ററി സെക്ടർ റിഫോംസിൽ വരുന്നത്. ഈ പ്രധാനമായിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ മോണിറ്ററി പോളിസിയെ ഫിസ്ക്കൽ പോളിസിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ചേഞ്ചസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. മോണിറ്ററി സെക്ടറിൽ വന്നിട്ടുള്ള ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് റെഡ്യൂസർ CRR ആൻഡ് SLR. ക്യാഷ് റിസർവ് റേഷ്യോയും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ സർട്ടൻ പെർസെന്റേജ് RBIയിൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ റിസർവായി കീപ്പ് ചെയ്യുന്നതാണ് CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ ബാങ്കിൽ തന്നെ സർട്ടൻ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് റിസർവായി കീപ്പ് ചെയ്യുന്നതാണ് SLR. ഇതെല്ലാം ഈ ഇക്കണോമിക് റിഫോം പീരീഡിൽ റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ഇൻക്രീസ്ഡ് മൈക്രോ ഫിനാൻസ്. ഈ റിഫോം പീരീഡിൽ RBI സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനും അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൂടുതൽ പ്രാധാന്യം നൽകി. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഹെൽപ്പ് ടു സ്ട്രെങ്തൻ റൂറൽ ഫിനാൻസ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് റൂറൽ ഫിനാൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് പോലുള്ള മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്രാധാന്യം നൽകുകയുണ്ടായി. ഇതിൽ സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് വരുന്നുണ്ട്, അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ലേബേഴ്സ് വരുന്നുണ്ട്, ആർട്ടിസൻസ്, റൂറൽ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു ഇതിലൂടെ ടോട്ടൽ ടാർഗറ്റഡ് പോപ്പുലേഷന്റെ 30% ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. തേർഡ് വൺ ഈസ് ഫിക്സിംഗ് പ്രൊഡൻഷ്യൽ നോംസ്. ഈ ബാങ്കിങ് സെക്ടറിൽ കുറച്ച് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണ്ടി കുറച്ച് പ്രൊഡൻഷ്യൽ നോംസ് RBI ഫിക്സ് ചെയ്യേണ്ടായി. അതാണ് മൂന്നാമത്തെ ചേഞ്ച് ആയിട്ട് വരുന്നത്. അതിൽ റെക്കഗ്നീഷൻ ഓഫ് ഇൻകം സോഴ്സസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, പ്രൊവിഷൻ ഓഫ് ബാഡ് ഡെറ്റ്സ്, മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ്, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ബാങ്ക്സിനെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് റെഡ്യൂസ് ചെയ്യാനും അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്ഡ് ബാങ്ക്സ് ഇൻ റെഡ്യൂസിംഗ് ആൻഡ് റീസ്ട്രക്ചറിംഗ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഇതാണ് മൂന്നാമത്തെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്, ഫിക്സിംഗ് പ്രൊഡൻഷ്യൽ നോംസ്. ഇനി നാലാമത്തെ ചേഞ്ച് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1992 ഇതിലൂടെ ഒരുവിധം എല്ലാ ബാങ്കുകൾക്കും സ്റ്റാറ്റ്യൂട്ടറി ലെവൽ ആയിട്ടുള്ള 9% കൂടുതൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നാലാമത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ CRAR ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1992. ഇതിലൂടെ ഒരുവിധം എല്ലാ ബാങ്കുകൾക്കും സ്റ്റാറ്റ്യൂട്ടറി ലെവൽ ആയിട്ടുള്ള 9% കൂടുതൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ CAR അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നാലാമത്തെ ചേഞ്ച്. ഇനി അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബാങ്കിങ്. ഈ ഇക്കണോമിക് റിഫോം പീരീഡിൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മാറാനായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബാങ്കുകൾ പുതിയ സർവീസസും പ്രൊഡക്ട്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചാണ് മർച്ചന്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, വെർച്വൽ ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബാങ്കുകൾക്ക് ഇക്കണോമിക് റിഫോം പീരീഡിൽ സാധിച്ചിട്ടുണ്ട്. ഇതാണ് അഞ്ചാമത്തെ ചേഞ്ച് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ദ സിക്സ് വൺ ഈസ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ഒരുപാട് ന്യൂ ജനറേഷൻ ബാങ്ക്സ് ഈ റിഫോം പീരീഡിന് ശേഷം എമർജ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ICICI ബാങ്ക്, UTI ബാങ്ക്, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇത്തരം ബാങ്കുകളൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന്റെ ഇടയിൽ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്കിങ് സർവീസസിന്റെ ക്വാളിറ്റിയും കൂടും. പുതിയ ടെക്നിക്സ് അതേപോലെ തന്നെ പുതിയ സർവീസസ് ഒക്കെ ബാങ്കിങ് സെക്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ദ നെക്സ്റ്റ് ചേഞ്ച് ഈസ് ഓപ്പറേഷണൽ ഓട്ടോണമി. ഈ ഒരു റിഫോം പീരീഡിന് ശേഷം ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഓപ്പറേഷണൽ ഫ്രീഡം ലഭിക്കുകയുണ്ടായി. അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ RBI ഉണ്ടായിരിക്കും.
അപ്പോൾ ഏതൊരു ബാങ്കും CRR സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങാനുള്ള അവകാശം കൂടി ലഭിക്കുകയുണ്ടായി. ഇതാണ് ഓപ്പറേഷണൽ ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the next one is improved profitability and efficiency. ഈ ഒരു റിഫോം പീരീഡിന് ശേഷം കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ കൂട്ടാനായി സാധിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പുതിയ ടെക്നോളജീസും അതേപോലെ തന്നെ നല്ല നല്ല മെഷേഴ്സും എടുക്കുകയുണ്ടായിട്ടുണ്ട്. പുതിയ പ്രൊഡക്ട്സ്, പുതിയ സർവീസസ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പ്രൊഡക്ടിവിറ്റിയും അവയുടെ എഫിഷ്യൻസിയും കൂട്ടാനായി സാധിച്ചിട്ടുണ്ട്. And it is due to reduced non-performing loans, use of technology, use of computers and other relevant measures adopted by government. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും കൂട്ടാനായി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 8ാമത്തെ ചേഞ്ച് ആയിട്ട് പറയുന്നത്. Then the next one, changes in accordance to the external reforms. നമുക്കറിയാം 1990s ഒരുപാട് സെക്ടേഴ്സിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാ ഫലങ്ങളും പലതും ഒരേ ഫലം തന്നെയാണ് എല്ലാത്തിനും ഉണ്ടായത്. ഇപ്പോൾ ഇമ്പോർട്ട്സ് കൺട്രോൾ ചെയ്യാനായി പറ്റി, താരിഫ് റെഡ്യൂസ് ചെയ്യാനായി പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 90s സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ 90s ഉണ്ടായിട്ടുണ്ട്. 1991 ഓൺവേർഡ്സ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് മോണിറ്ററി സെക്ടറിലും ഉണ്ടായിട്ടുണ്ട്. മോണിറ്ററി സെക്ടറിൽ ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോയിലും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മണി സപ്ലൈയിലും എല്ലാം ഈ ഒരു റിഫോംസിന്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് 9ാമത്തെ ചേഞ്ച് ആയിട്ട് പറയുന്നത്. Now we are going to discuss about the evaluation of monetary policy in India during 1990s. ഈ റിഫോം പീരീഡിൽ മോണിറ്ററി പോളിസിക്ക് ഹയർ ലെവൽ ഓഫ് സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിന് ചില ലിമിറ്റേഷൻസും ഡിമെറിറ്റ്സും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മോണിറ്ററി പോളിസിക്ക് 1991 ശേഷം ഉണ്ടായ മോണിറ്ററി പോളിസിക്ക് ബഡ്ജറ്ററി ഡെഫിസിറ്റ് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവായി മാറുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മോണിറ്ററി എക്സ്പാൻഷൻ കൂട്ടേണ്ടതായും വന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മോണിറ്ററി പോളിസിയുടെ കവറേജ് ഏരിയ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഈ മോണിറ്ററി പോളിസി കൊമേഴ്ഷ്യൽ ബാങ്കിങ് സെക്ടറിനെ മാത്രമേ കവർ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ള നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നും തന്നെ യാതൊരു ചേഞ്ചസും വരുത്തിയിരുന്നില്ല. അതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലെ മോണിറ്ററി സെക്ടറിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ കാര്യമായി തന്നെ ബാധിച്ചു. ഇതാണ് രണ്ടാമത്തെ കാര്യം, ലിമിറ്റഡ് കവറിംഗ് ഏരിയ ഓഫ് മോണിറ്ററി പോളിസി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു ലിമിറ്റേഷനായി പറയുന്നത്, ഇന്ത്യൻ മണി മാർക്കറ്റ് ഓർഗനൈസർ ആയിരുന്നില്ല. അതിന്റെ സൈസ് വളരെ കൂടുതലായിരുന്നു. അത് RBIയുടെ കൺട്രോളിൽ വെക്കാവുന്നതിലും കൂടുതലായിരുന്നു. പലപ്പോഴും RBIക്ക് ഇതിനെ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. മോണിറ്ററി പോളിസിയുടെ ഒരു ടൂൾസിനും ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ അതിനൊന്നും ബാധിച്ചിരുന്നില്ല. അതെല്ലാം മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആക്കുന്നതിൽ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്തു. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ മണി മാർക്കറ്റ് ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതിന്റെ സൈസ് വളരെ കൂടുതലായിരുന്നു. RBIക്ക് പലപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. മോണിറ്ററി പോളിസി ഒന്നും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിരുന്നില്ല. അത് മോണിറ്ററി പോളിസി ലെസ് ഇഫക്റ്റീവ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതാണ് മൂന്നാമത്തെ കാര്യം. അടുത്ത ലിമിറ്റേഷനായി പറയുന്നത്, പ്രിഡോമിനൻസ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇന്ത്യയുടെ ടോട്ടൽ മണി സപ്ലൈയില് കൂടുതലും ക്യാഷ് ആണ് ഉണ്ടായിരുന്നത്. ക്യാഷ് ഡോമിനേഷൻ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അത് ഈ മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയൊരു തടസ്സമായിരുന്നു. ഈ മോണിറ്ററി പോളിസി ഓപ്പറേറ്റ് ചെയ്തിരുന്നത് മുഴുവൻ ബാങ്ക് ക്രെഡിറ്റിലാണ്. പണത്തിനേക്കാൾ കൂടുതൽ ബാങ്ക് ക്രെഡിറ്റിലാണ് മോണിറ്ററി പോളിസി ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇതൊരു ലിമിറ്റേഷൻ തന്നെയായിരുന്നു, പ്രിഡോമിനൻസ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. അഞ്ചാമത്തെ ലിമിറ്റേഷൻ പറയുന്നത്, ഇൻക്രീസ് വൊളാറ്റിലിറ്റി. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ചേഞ്ചസിൽ പറഞ്ഞതാണ്, എക്സ്റ്റേണൽ സെക്ടേഴ്സിൽ വന്നിട്ടുള്ള റിഫോംസും പരിഷ്കാരങ്ങളും മോണിറ്ററി സെക്ടറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ചേഞ്ചസ് വരുമ്പോൾ, എക്സ്റ്റേണൽ സെക്ടറിലെ റിഫോംസ് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് മോണിറ്ററി സെക്ടറിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം.
അതെല്ലാം ഒരു സ്ഥിരത ഇല്ലാത്ത മോണിറ്ററി പോളിസിയിലേക്കാണ് എത്തിയത്. എക്സ്റ്റേണൽ സെക്ടറിലെ പരിഷ്കാരങ്ങൾ അതിൽ ചേഞ്ചസ് വരുമ്പോൾ മോണിറ്ററി സെക്ടറിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അത് മോണിറ്ററി സെക്ടറിനെ സ്റ്റേബിൾ ആക്കുന്നത്, അതിന്റെ സ്റ്റെബിലിറ്റിയാണ് ബാധിച്ചത്. എക്സ്റ്റേണൽ സെക്ടറിലെ ചേഞ്ചസിനനുസരിച്ച് മോണിറ്ററി സെക്ടർ ചേഞ്ച് ചെയ്തപ്പോൾ മോണിറ്ററി സെക്ടറിന്റെ സ്റ്റെബിലിറ്റിയാണ് ഇത് ബാധിച്ചത്. ഇത്രയാണ് ഈ മോണിറ്ററി പോളിസിയുടെ 1990s മോണിറ്ററി പോളിസിയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോണിറ്ററി സെക്ടറിലെ റിഫോംസ് ചേഞ്ചസ് പറഞ്ഞു. ചേഞ്ചസ് പ്രധാനമായിട്ടും ഒന്ന് ഫിസ്ക്കൽ സെക്ടറിൽ നിന്ന് മോണിറ്ററി സെക്ടറിനെ സെപ്പറേറ്റ് ചെയ്തു ആൻഡ് റെഡ്യൂസ്ഡ് CRR ആൻഡ് SLR. അടുത്തത് ഇൻക്രീസ്ഡ് മൈക്രോ ഫിനാൻസ് ആൻഡ് ദെൻ ഫിക്സിംഗ് prudential norms, then introduction of CRAR, capital to risk weighted asset ratio, and diversification of banking, emergence of new generation banking, and the commercial banks get operational autonomy, improved its profitability and efficiency, changes in accordance with external reforms. ഇത്രയും ചേഞ്ചസ് ആണ് വന്നത്. ലിമിറ്റേഷൻസ് പറഞ്ഞത് ഒന്നാമത്തത് ബഡ്ജറ്ററി ഡെഫിസിറ്റ് കവർ ചെയ്യാനായി സാധിച്ചില്ല. പിന്നെ മോണിറ്ററി പോളിസിയുടെ കവറേജ് ഏരിയ ലിമിറ്റഡ് ആയിരുന്നു. മാർക്കറ്റ് അൺഓർഗനൈസർ ആയതുകൊണ്ട് തന്നെ RBIക്ക് പലപ്പോഴും ഇതിനെ കൺട്രോൾ ചെയ്യാൻ, മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനായി പറ്റാതെ വന്നു. മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറി. ദെൻ പ്രിഡോമിനൻസ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ അഞ്ചാമത്തെ പറഞ്ഞത് ഇൻക്രീസ് വൊളാറ്റിലിറ്റി, മണി മാർക്കറ്റിന്റെ അല്ലെങ്കിൽ മോണിറ്ററി സെക്ടറിന്റെ വൊളാറ്റിലിറ്റി, സ്ഥിരത ഇല്ലാതെയാകുകയാണ് ചെയ്തത്.